Hello friends, welcome to All-in-One YouTube channel. So today we'll be continuing our ethics using common sense series. This is our class 6. So today we'll be discussing one of the important topic as per the GS4 paper, which is none other than EI, that is emotional intelligence. Okay, so ഈ ചാപ്റ്റർ മൊഡ്യൂൾ ആക്ച്വലി നമ്മുടെ കേസ് സ്റ്റഡീസ് ആയിട്ടൊക്കെ ഒരുപാട് ഓവർലാപ്പ് ചെയ്ത് വരികയും അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. മാത്രമല്ല നമ്മുടെ 10 മാർക്ക് ക്വസ്റ്റ്യൻസിലും സ്ഥിരമായി കണ്ടിന്യൂസ് ആയിട്ട് ചോദ്യം വരാറുള്ളത് ഒരു മേഖലയും കൂടിയാണ്. സോ നമുക്ക് ഡയറക്റ്റ് തുടങ്ങാം. എല്ലാ ക്ലാസ്സിലും എല്ലാ മൊഡ്യൂൾസും ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എന്താണ് UPSC ഡിമാൻഡ് ചെയ്യുന്നതെന്ന് ചോദിക്കാം ത്രൂ അനലൈസിങ് ഇറ്റ്സ് PYQs. സോ PYQs നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 2013 എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ്, അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ആൻഡ് ഇതെങ്ങനെ ഒരു എത്തിക്കൽ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിനെ സഹായിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ആപ്ലിക്കേഷൻ ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ, എന്തൊക്കെ ആപ്ലിക്കേഷൻ ആണ് ഉള്ളതെന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യുമെന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, കുറച്ച് ഡയറക്റ്റ് ആണ്. ആദ്യത്തെ ചോദ്യമായിട്ട് നോക്കുമ്പോഴും അല്ലേ ഒരു കണക്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മൂന്നാമതായിട്ടൊരു കോട്ട് ടൈപ്പ് ആയിരുന്നു. EI is the ability to make your emotions work for you instead of against you. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുക എന്നതാണ് ആ ക്വസ്റ്റ്യന്റെ ഡിമാൻഡ്. ക്വസ്റ്റ്യനിൽ നമ്മൾ ഡീകോഡിങ് പിന്നെ ചെയ്യാം, ടോപ്പിക്ക് പഠിക്കാതെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. സോ ബേസിക്കലി ആ ചോദ്യത്തിന്റെ ലൈക്ക് സത്ത് എന്താന്ന് വെച്ചാൽ ലൈക്ക് എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ്, ഈ പറഞ്ഞ പോലെ അതെങ്ങനെ ഇമോഷനെ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു, അതുപോലെ എഗെയിൻസ്റ്റ് ആണ് അങ്ങനെ. ഓക്കെ, ഇനി 2020 ചോദിച്ച ചോദ്യം എന്താണ് മെയിൻ കമ്പോണൻസ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ്, ക്യാൻ ദേ ബി ലേൺ. നോക്കൂ, മുമ്പത്തെ ചോദ്യത്തിലുണ്ടായിരുന്നു ഹൗ വിൽ യു അപ്ലൈ, ഹൗ ടു ഡെവലപ്പ് എന്നുള്ള ഒരു ചോദ്യം കണ്ടോ, 2013 ചോദ്യം. അത് തന്നെ ഇവിടെ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. മെയിൻ കമ്പോണൻസ് ഓഫ് EI അല്ലെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസ്, എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ് ചോദിക്കുമ്പോൾ നമ്മൾ എഴുതാറുള്ള ഒരു സാധനമാണ് ഇമോഷണൽ ഇന്റലിജൻസിന്റെ കമ്പോണൻസ്. അത് തന്നെയാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അത് എന്താണെന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ഇമോഷണൽ ഇന്റലിജൻസ് ഡ്യൂറിങ് ക്രൈസിസ് ഓഫ് കൺസേൺസ്. ഓക്കെ, അതിന് ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്യുക എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് എക്സാക്ട് ക്വസ്റ്റ്യൻ ഇത് എഴുതിയിട്ടില്ലേ, ജസ്റ്റ് തീംസ് മാത്രമാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ ആങ്കർ, എങ്ങനെയാണ് നമുക്ക് ആങ്കർ മാനേജ് ചെയ്യാൻ. ഓക്കെ, നമ്മുടെ ഓരോ ഇമോഷൻസിനെ നമ്മൾ മാനേജ് ചെയ്തത് ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഭാഗമായിട്ട് വരും. ഓക്കെ, സോ അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ആങ്കർ ആൻഡ് ഇൻടോളറൻസ് ആർ ദ എനിമീസ് ഓഫ് കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ്. ഗാന്ധിന്റെ ഒരു കോട്ടായിരുന്നു. അത് നിലവിലെ കോണ്ടസ്റ്റില് അതിന്റെ ഈ കോട്ടിന്റെ പ്രശസ്തി അളക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇമോഷണൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് വന്നൊരു ചോദ്യമാണ്. ആക്ച്വലി ഇതിപ്പോ നിങ്ങൾ ടോപ്പിക്ക് പഠിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ ഇത് ഇമോഷണൽ ഇന്റലിജൻസിലാണോ വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. ബട്ട് ആഫ്റ്റർ വി ഹാവ് ഡിസ്കസ്ഡ് ഓർ സ്റ്റഡി അബൌട്ട് ഇമോഷണൽ ഇന്റലിജൻസ് നിങ്ങൾക്കത് മനസ്സിലാവും. ഇനി ഇമോഷണൽ ഇന്റലിജൻസ് ആണോ ഇന്റലക്ച്വൽ ക്വസ്റ്റ്യൻ അതാണോ വലുത് എന്നുള്ളൊരു ചോദ്യം വന്നിരുന്നു. ചോദ്യം വന്നതെന്ന് വെച്ചാൽ ഇമോഷണൽ ഇന്റലിജൻസ് ആണ് വരുന്നതെന്നായിരുന്നു അവർ സ്ഥാപിച്ചത്. എന്നിട്ട് നമ്മൾ ഇതിനെ അഗ്രി ചെയ്യുന്നുണ്ടോ? അപ്പൊ രണ്ട് സൈഡ് എഴുതണം. ഇമോഷണൽ ഇന്റലിജൻസ് EQന്റെ ഇമ്പോർട്ടൻ്റ് എന്താണ്? തീവറി സെറ്റ്സ്. ഓക്കെ, ഇപ്പൊ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളതാണ്. ആപ്ലിക്കേഷൻ ലെവൽ എന്ന് വെച്ചാൽ എങ്ങനെ അപ്ലൈ ചെയ്യാം, അതുപോലെ അഡ്മിനിസ്ട്രേഷനിൽ എന്ത് പറ്റും. സോ ഇതൊക്കെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത തീംസ്. സോ നമ്മൾ നോട്ട് മേക്ക് ചെയ്തേക്കുന്ന ഈ തീംസിന്റെ ഒരു ഉത്തരമായിട്ടാണ്. ഓക്കെ, സോ പല തീംസും റെപ്പറ്റീഷൻ ആയിരുന്നു അല്ലേ. EQന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതായിരുന്നു അവസാനം 2021 ചോദിച്ച് നിർത്തിയത്. അതൊരു കമ്പാരിസൺ രീതി ചോദിച്ചതേ ഉള്ളൂ. ഇറ്റ്സ് പ്രഡിക്റ്റബിൾ ആക്ച്വലി. ഇത് ഈ വരുന്ന ചോദ്യങ്ങളെല്ലാം നമുക്ക് പ്രഡിക്റ്റ് ചെയ്ത് പോകാവുന്നതാണ്. ഒരേ ഉത്തരം, ആൾമോസ്റ്റ് ഒരു സെയിം ആൻസർ തന്നെ നമുക്ക് ചെയ്യാൻ, ജസ്റ്റ് നീഡ് ടു സ്ട്രക്ചർ ഇറ്റ് ഡിഫറെന്റ്. സോ എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ് നമുക്ക് നോക്കാം. സോ ബേസിക്കലി ഇമോഷണൽ ഇന്റലിജൻസ് ആ ഡെഫിനിഷൻ നോക്കണ്ട. അതായത് നമുക്ക് ഒരു സിറ്റുവേഷനിൽ നമ്മൾ പെട്ട് നിൽക്കുവാണ്. ആ സിറ്റുവേഷൻ നിൽക്കുമ്പോൾ നമുക്ക് നമ്മളെ മനസ്സിലാക്കാനും നമ്മുടെ കൂടെയുള്ളവരെ മനസ്സിലാക്കാനും ഓപ്പോസിറ്റ് നിൽക്കുന്നവന്റെ ഉള്ളു മനസ്സിലാക്കാനും അതനുസരിച്ച് നമുക്ക് അവിടെ ഒരു ആക്ഷൻ എടുക്കാനും സാധിക്കുന്നതിനെയാണ് നമ്മൾ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വീട് എടുക്കാം. അവിടെ കുട്ടി എന്തോ ഗ്ലാസ് തല്ലി പൊട്ടിച്ചു, ഗ്ലാസ് അറിയാണ്ട് അല്ലെങ്കിൽ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചു. അപ്പൊ അച്ഛനോ അമ്മയ്ക്കോ ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന്
കുട്ടിയെ അടുത്ത് ഭയങ്കര വഴക്ക് പറയാൻ പോവുക. ഓക്കെ, അങ്ങനെ വഴക്ക് പറഞ്ഞെന്ന് വിചാരിച്ചോ, ഇതൊരു ഇമോഷണൽ ഇന്റലിജൻസിന്റെ കുറവാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, എന്നാൽ ഇമോഷണൽ ഇന്റലിജന്റ് ആയിട്ടുള്ള പേഴ്സൺ എങ്ങനെ ചിന്തിക്കും? മനസ്സിലാവും, എന്റെ ശരീരത്തിൽ രക്തയോട്ടം കൂടുന്നു. അച്ഛൻ എന്ന രീതിക്ക് ഞാനിപ്പോ ആ കുട്ടിയുടെ അച്ഛനാണെന്ന് വിചാരിച്ചു. അപ്പം ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ ചിന്തിക്കുന്ന വെച്ചാൽ എന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റം ഞാൻ ആദ്യം സെൻസ് ചെയ്യും. സോ ആ ഒരു റൈസ് ഇൻ ആങ്കറും റൈസ് ഇൻ ടെമ്പറേച്ചറും ആ ഒരു മുഖമൊക്കെ ചുമന്നവരായിരിക്കും. അതൊക്കെ ഞാൻ തന്നെ സെൻസ് ചെയ്ത് എന്റെ ഉള്ളിൽ വരുന്ന മാറ്റം ഞാൻ മനസ്സിലാക്കുകയും അപ്പോൾ എന്റെ വായി ഭയങ്കര മോശം വാക്കുകളോ അല്ലെങ്കിൽ അതൊക്കെ ആയിരിക്കും വന്നത്. ഇത് പറഞ്ഞാലുണ്ടാവുന്ന ആ കുട്ടിക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ അളക്കുകയും ഓക്കെ, അത് വെറും കുട്ടിയാണ്, അവന് അതൊന്നും ചിന്തിക്കാനുള്ള ഒരു ലോജിക്ക് ഇല്ല, അവൻ വളർന്നു വരുന്നതേ ഉള്ളെന്നുള്ള ഒരു ചിന്ത വരികയും ഇതെല്ലാം കാരണം ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്ത് ശാന്തനാക്കുകയും ശാന്തമായതിനു ശേഷം കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു. ഇതാണ് ഒരു ഇമോഷണൽ ഇന്റലിജന്റ് ഉള്ള ആൾ ചെയ്യുന്നത്. മറ്റടുത്ത് ഇമോഷണൽ ഇന്റലിജൻസ് ഇല്ലാത്ത ആൾ ചെയ്തു. അതുകൊണ്ടായിരുന്നു PYക്ക് ചോദ്യം അതിൽ നിന്ന് വന്നത് ആങ്കറിനെ പറ്റി. കണ്ടില്ലായിരുന്നു? ആങ്കർ ആൻഡ് ഇൻടോളറൻസ് ആർ ദ എനിമീസ് ഓഫ് കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ്. അതുപോലെ ഹൗ ആങ്കർ ക്യാൻ ബി മാനേജ്. എങ്ങനെ മാനേജ് ചെയ്യാം? ഓക്കെ, എങ്ങനെ മാനേജ് ചെയ്യുന്ന നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, പക്ഷേ നമ്മുടെ എക്സാമ്പിളുമായിട്ട് തന്നെ കണക്ട് ചെയ്ത് 2 PYക്ക് വന്നു. കണ്ടോ? അപ്പം ആദ്യത്തെ പോയിന്റ് നോക്കൂ. ഇമോഷണൽ ഇന്റലിജൻസ് റിഫേഴ്സ് ടു ദ എബിലിറ്റി ടു ഐഡന്റിഫൈ, അണ്ടർസ്റ്റാൻഡ് ആൻഡ് മാനേജ് വൺസ് ഓൺ ഇമോഷൻസ് ആസ് വെൽ ആസ് ദ ഇമോഷൻസ് ഓഫ് അതേഴ്സ്. അതായത് ഐഡന്റിഫൈ ചെയ്യുക, എന്താണ് ആ ഇമോഷൻ എന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പൊ എന്റെ ആ കേസിൽ ദേഷ്യമായിരുന്നു ഇമോഷൻ. ഓക്കെ, ഐഡന്റിഫൈ ചെയ്തത് മനസ്സിലാക്കി. ഓക്കെ, എന്തുകൊണ്ടാണ് ദേഷ്യം വരുന്നത്? ഓക്കെ, ഇത് കണ്ടപ്പോൾ എന്തിനാണ് ഞാൻ ദേഷിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതനുസരിച്ച് മാനേജ് ചെയ്തു. ചിലപ്പോൾ ഡീപ് ബ്രത്ത് എടുത്ത് കാണും, അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ ഒന്ന് മാറി നിന്ന് കാണും കുറച്ചു നേരത്തേക്ക്. ഓക്കെ, അങ്ങനെ പല രീതിയിൽ മാനേജ് ചെയ്യാം. മാനേജ് ചെയ്യുകയും ഇത് നമ്മുടെ ഇമോഷനും ആകാം, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരുടെ ഇമോഷനും ആകാം. ചിലപ്പോൾ ദേഷിക്കുമ്പോൾ നമ്മൾ മറ്റേ ആളെ തടഞ്ഞു വെക്കുകയോ അല്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ, അല്ലെങ്കിൽ ഒരു കരഞ്ഞ് നിലവിളിച്ച് വരുന്ന ഒരാളെ അയാളുടെ സ്ഥാനത്ത് നിന്ന് മീൻസ് അയാളുടെ ഷൂസിൽ നിന്ന് നമുക്ക് എമ്പതി കൊടുത്ത് നമുക്ക് കേൾക്കാൻ പറ്റുന്നതൊക്കെ ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ള ഒരാളുടെ ഗുണങ്ങളാണ്. ഓക്കെ, ഇതിന്റെ ഇമോഷണൽ ഇന്റലിജൻസിനെ പറ്റി ഏറ്റവും ഭയങ്കരമായിട്ട് പഠനങ്ങൾ നടത്തുകയും ഇതിനെപ്പറ്റി ചർച്ചകൾ ചെയ്ത ഒരു വ്യക്തിയാണ് ഡാനിയൽ ഗോൾഡ്മാൻ. ഓക്കെ, പുള്ളി ഇതിനെപ്പറ്റി കുറെ ഗവേഷണം നടത്തി. നമ്മൾ എഴുതാൻ പോകുന്ന ആൻസേഴ്സിൽ ഈ പേരുണ്ടെങ്കിൽ ഒരു മാർക്ക് ഉറപ്പാണ്. സോ നമുക്ക് ഡെഫിനേഷനിൽ തന്നെ ആ പേര് കൊടുക്കാൻ പറ്റിയ വലിയൊരു പ്ലസ്. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് പിന്നെ ഒരു ഡെഫിനിഷൻ ഡാനിയൽ ഗോൾഡ്മാന്റെ വാക്കുകളിലുള്ള ഡെഫിനിഷൻ തന്നേക്കുന്നത്. ഡാനിയൽ ഗോൾഡ്മാൻ പറയുന്നു, എത്തിക്കൽ ഇമോഷണൽ ഇന്റലിജൻസ് ഇൻവോൾവ്സ് ദ എബിലിറ്റി ടു റെക്കഗ്നൈസ്, അണ്ടർസ്റ്റാൻഡ് ആൻഡ് മാനേജ് one's own emotions as well as emotions of others. One's own emotions as well as emotion of others. നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ, അതേ ഡെഫിനിഷൻ തന്നെയാണ്. ഓക്കെ, പാസ് പെർ ഡാനിയൽ ഗോൾഡ്മാൻ എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങുവാണെങ്കിൽ അവിടെ ഒരു എക്സ്ട്രാ മാർക്ക് നമുക്ക് വീഴും. ഓക്കെ, സോ ഡാനിയൽ ഗോൾഡ്മാൻ, ആ പേര് വയ്ക്കുക, നോട്ടിൽ എഴുതുക. ഓക്കെ, ഇനി ഇതിന്റെ കമ്പോണൻസ് എന്താണ്, എന്തൊക്കെ ചേരുന്നതാണ് കമ്പോണൻസ്? നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ഉണ്ട്. സെൽഫ് അവെയർനെസ്, സെൽഫായിട്ട് അവെയർ ആവുക. സെൽഫ് റെഗുലേറ്റ് ചെയ്യുന്നു, അല്ലേ? അതുപോലെ എമ്പതി, നമ്മൾ എമ്പതി ആയിട്ട് ചെയ്യുന്നു. അതുപോലെ സോഷ്യൽ സ്കിൽസ് ആൻഡ് മോട്ടിവേഷൻ. ഈ ക്ലാസിഫിക്കേഷനിൽ നമുക്ക് പലത് കാണാം. ഇപ്പൊ പല ബുക്ക് നോക്കുമ്പം ഈ സെൽഫ് അവെയർനെസ്, സെൽഫ് റെഗുലേഷൻ കഴിഞ്ഞാൽ സോഷ്യൽ അവെയർനെസ്, സോഷ്യൽ റെഗുലേഷൻ ആയിരിക്കും കാണുന്നത്. ഓക്കെ, അതിന് നമ്മളിവിടെ സോഷ്യൽ റെഗുലേഷൻ പകരം സോഷ്യൽ സ്കിൽസ് എന്ന് കൊടുത്തു, മോട്ടിവേഷൻ എടുത്തു. ഓക്കെ, അപ്പൊ കമ്പോണൻസിന്റെ കാര്യത്തിൽ വലിയ ഒരു ഇത് വേണ്ട. നിങ്ങൾ പലയിടത്തും പലത് കാണുന്നു പറഞ്ഞ് ഇത് വേണ്ട. കുറച്ചും കൂടി ഉള്ളത് നല്ലത് നോക്കി ഞാൻ എടുത്തതേ ഉള്ളൂ. ഞാൻ ഫോളോ ചെയ്യുന്നത് ഇതായിരിക്കും. ഓക്കെ, അതായത് സെൽഫായിട്ട് അവെയർ ആവുക, അതിന്റെ മറ്റേ സൈഡിൽ സോഷ്യലായിട്ട് അവെയർ ആവുക. റെഗുലേഷൻ, സെൽഫായിട്ട് റെഗുലേറ്റ് ചെയ്യുക, സോഷ്യലായിട്ട് റെഗുലേറ്റ് ചെയ്യുക. അത് ഈസിയാണ്, അങ്ങനെ പഠിച്ചു വെച്ചാൽ അതായാലും മതി. ഓക്കെ, ഈ അവെയർ ആയാൽ മാത്രം പോരല്ലോ, നമ്മളത് റെഗുലേറ്റ് ചെയ്യണം, അതനുസരിച്ച് ആക്ട് ചെയ്യണം. ഇപ്പൊ നമ്മൾ ആക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ചിലപ്പോൾ വേണ്ടി വരാം. ഓക്കെ, നോക്കാം. ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ആൻ ഇമോഷണലി ഇന്റലിജന്റ് പേഴ്സൺ ഈസ് അവെയർ ഓഫ് ഹിംസെൽഫ് ആൻഡ് വാട്ട് ട്രിഗേഴ്സ് ഹിം ഓർ ഹർ ആൻഡ് ക്യാൻ ഹാൻഡിൽ സ്ട്രെസ് ഓർ എനി സെറ്റ് ബാക്ക് വിത്ത് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഒരു ഇമോഷണൽ ഇന്റലിജന്റ് പേഴ്സൺ ചെയ്യുന്ന കാര്യമാണ്. അദ്ദേഹത്തിനെ പറ്റി നല്ല ബോധ്യം ഉണ്ടാവും. അദ്ദേഹത്തിന് എന്ത് സന്ദർഭങ്ങളിലാണ് അദ്ദേഹം ട്രിഗർ ആവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാകും. അതനുസരിച്ച് ആ സിറ്റുവേഷനും ആ സ്ട്രെസ്സും ഒക്കെ ഹാൻഡിൽ ചെയ്ത് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടി മുന്നോട്ട് പോവുകയും ആ സിറ്റുവേഷൻ ഡീൽ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒരാൾക്ക് ഇസ് ദ എബിലിറ്റി ടു റെക്കഗ്നൈസ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും മനസ്സിലാക്കുക, ആൻഡ് മാനേജ്, അത് മാനേജ് ചെയ്യുക. വൺസ് ഓൺ ഇമോഷൻസ് ആസ് വെൽ ആസ് ഇമോഷൻസ് ഓഫ് അതേഴ്സ്.
എക്സാമ്പിളൊക്കെ നമുക്ക് കയ്യിൽ നിന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇപ്പം നമുക്കറിയാം, നേരത്തെ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. വിൽ സ്മിത്ത് സ്ലാപ്പ് ചെയ്തായിരുന്നല്ലോ ഒരു ആങ്കറിനെ, ആങ്കറിനെ ദേഷ്യം മൂലം സ്ലാപ്പ് ചെയ്ത ഇൻസിഡന്റ് ഉണ്ടല്ലോ. എവിടെ ആയിരുന്നു? ഓസ്കാറിലായിരുന്നു. ഓക്കെ, ആ ഇൻസിഡന്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി. ആ എക്സാമ്പിൾ നമുക്ക് കൊണ്ടുവരുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. പുള്ളിയുടെ ഇമോഷണൽ ഇന്റലിജൻസ് വെച്ച് പുള്ളി അടിച്ചത് ശരിയോ തെറ്റോ, അവൻ പറഞ്ഞത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, പുള്ളിക്ക് അവിടെ അത് കുറച്ചും കൂടി ഇമോഷണലി ഇന്റലിജന്റ് ആയിട്ട് അത് മാനേജ് ചെയ്യാമായിരുന്നു. ഓക്കെ, ആ എക്സാമ്പിൾ നമുക്ക് എഴുതാം. കമ്പോണൻസ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ്, അത് തന്നത് ഡാനിയൽ ഗോൾമാൻ ആണ്. എന്താണ് ഇമോഷണൽ ഇന്റലിജൻസിന്റെ വേരിയസ് കമ്പോണൻസ്? ഡാനിയൽ ഗോൾമാൻ, ആ പേര് എപ്പോഴും കൊണ്ടുവരിക. സെൽഫ് അവയർനെസ്, സെൽഫ് മാനേജ്മെന്റ്, എംപതി, സോഷ്യൽ സ്കിൽസ് ആൻഡ് മോട്ടിവേഷൻ. എന്താണ് സെൽഫ് അവയർനെസ്? റെക്കഗ്നൈസിംഗ് ഇമോഷൻസ് ആൻഡ് ഹൗ ദേ അഫക്ട് തോട്ട്സ് ആൻഡ് ബിഹേവിയർ, നോയിങ് യുവർ സ്ട്രെങ്സ് ആൻഡ് വീക്ക്നസ് ആൻഡ് ഹാവിംഗ് സെൽഫ് കോൺഫിഡൻസ്. അപ്പോൾ ജസ്റ്റ് സെൽഫ് അവെയർ ആയിരിക്കുക. അതായത് നമ്മൾ ഇപ്പൊ ഇത് ചിന്തിക്കുമ്പം, ചിന്തിക്കുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ വീട്ടിലെ എക്സാമ്പിൾ വെച്ച് നമ്മൾ ചിന്തിക്കാം. അതുപോലെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ച പോലെ സോഷ്യൽ ബീയിങ് ആണ്. അല്ലല്ല, നമ്മൾ ആംഗിൾ എങ്ങനെ? ഇൻഡിവിജ്വൽ ലെവൽ, സൊസൈറ്റി ലെവൽ, ഓർഗനൈസേഷൻ ലെവൽ ആണ് നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് അങ്ങനെ നോക്കാം, സെൽഫ് അവെയർ ആവണം. നമ്മൾ ഇൻഡിവിജ്വൽ ലെവലിൽ പല കാര്യങ്ങൾ ചെയ്യും, ഫാമിലി കാര്യങ്ങളായിട്ട് ചെയ്യും. സോഷ്യൽ ലെവലിൽ ഒരു സൊസൈറ്റിയുടെ ഭാഗമായിട്ട് പല കാര്യങ്ങൾ ചെയ്യും. ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് നമ്മൾ പല കാര്യങ്ങളിലും ചെയ്യും. അപ്പം സെൽഫ് അവെയർ ആവുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ വീട്ടിലെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇമോഷൻസിനെ പറ്റി നമുക്ക് മനസ്സിലാക്കുക, നമ്മൾ എന്ത് ട്രിഗർ ചെയ്യുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി സോഷ്യൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സെറ്റപ്പ് ചിന്തിക്കുമ്പം, അതായത് നമ്മളൊരു ജോലിയൊക്കെ അവരെ ഏൽപ്പിക്കുമല്ലേ വിശ്വസിച്ച്. അപ്പം നമുക്ക് മനസ്സിലാക്കണം നമ്മുടെ കഴിവുകൾ എന്താണ്, കഴിവ് കേടുകൾ എന്താണ്. ഇപ്പം അങ്ങനെ നല്ല ബോധ്യമുള്ള ഒരാള് ഇപ്പൊ തനിക്ക് പറ്റാത്തൊരു കാര്യം ഏൽപ്പിക്കുമ്പം അതിൽ എന്നെക്കാളും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരാൾ എന്റെ ടീമിൽ തന്നെ ഉണ്ടെങ്കിൽ ആ ജോലി ഞാൻ അയാൾക്ക് വിധിച്ചു കൊടുക്കും, അല്ലേ? അതൊരു ഇമോഷണൽ ഇന്റലിജന്റ് ആളുടെ ജോലി, ഒരു ക്വാളിറ്റിയാണ്. അതായത് അവെയർ ആവുക, നമുക്ക് നമ്മളെ പറ്റി നല്ല രീതിയിൽ അവെയർ ആവുക. നമ്മുടെ കഴിവുകൾ എന്ത്, കഴിവുകേടുകൾ എന്ത്, നമ്മുടെ ട്രിഗറിങ് പോയിന്റ്സ് എന്ത്, നമ്മുടെ ഒരു സമയം നമ്മൾ ഫീൽ ചെയ്യുന്ന ഇമോഷൻ എന്ത്, നമ്മൾ ഇപ്പൊ ഇരിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെ സ്ട്രെസ് ഫീൽ ചെയ്യുന്നു, അതെല്ലാം നമ്മൾ സെൽഫ് അവെയർ ആക്കുക. ഓക്കെ, ജസ്റ്റ് സെൽഫ് അവെയർനെസ്. അപ്പൊ സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞാൽ റെക്കഗ്നൈസിങ് ഇമോഷൻസ് ആൻഡ് ഹൗ ദേ അഫക്ട് തോട്ട്സ് ആൻഡ് ബിഹേവിയർ. നമ്മുടെ ഇമോഷൻസ് മനസ്സിലാക്കുകയും അതെങ്ങനെ നമ്മുടെ ചിന്തയെയും പ്രവൃത്തിയെയും അഫക്ട് ചെയ്യുന്നു എന്നുള്ളതും മനസ്സിലാക്കണം. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെങ്സും വീക്ക്നെസ്സും മനസ്സിലാക്കുന്ന രീതിയിൽ വരും. ഓക്കെ, എക്സാമ്പിൾ, ഹാവിങ് എ കോർ വാല്യൂ സിസ്റ്റം ആൻഡ് ബീയിങ് ഓഫ് വാട്ട് ഇൻജസ്റ്റിസ് യു ക്യാൻ ടോളറേറ്റ്. ഓക്കെ, നമുക്കൊരു കോർ വാല്യൂ സിസ്റ്റം ഉണ്ട്. അതുവഴി നമുക്കറിയാം ലൈക്ക് എന്തൊക്കെ ഇൻജസ്റ്റിസസ് ആണ് എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയാം. അപ്പം അതനുസരിച്ചുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഇടപഴകുകളായിരിക്കും, അല്ലെങ്കിൽ അതില്ലാത്ത സിറ്റുവേഷനിൽ നമ്മൾ ഒഴിവാക്കുമായിരിക്കും. ഇതിൽ നല്ല എക്സാമ്പിൾസ് നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇവിടെ നേരത്തെ പറഞ്ഞ ഫാമിലി എക്സാമ്പിളിൽ കുട്ടിയോട് അച്ഛൻ ദേഷ്യപ്പെടുന്നതോ ആ എക്സാമ്പിൾ ആയാലും മതി. അല്ലെങ്കിൽ വിൽ സ്മിത്തിന്റെ എക്സാമ്പിൾ നമുക്കിവിടെ കൊണ്ടുവരാം, ജസ്റ്റ് സെൽഫ് അവെയർനെസ്. ഓക്കെ, നമുക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ ചോദ്യത്തിൽ ചിലപ്പം പറ്റില്ലായിരിക്കും. സോ ജസ്റ്റ് ഒരു 1 ലൈൻ എക്സ്പ്ലനേഷൻ കൊടുത്ത് ഒരു എക്സാമ്പിൾ കൊടുത്ത് നോക്കുക. ചിലപ്പോൾ ഈ സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് എക്സാമ്പിൾ എഴുതാനുള്ള സ്പേസ് ചിലപ്പോൾ കിട്ടുള്ളൂ, ബേസ്ഡ് ഓൺ ദ ക്വസ്റ്റ്യൻ. ഇനി ജസ്റ്റ് അവെയർ ആയാൽ മാത്രം പോലല്ലോ മാനേജ് ചെയ്യണ്ടേ. കൺട്രോളിങ് ഇമ്പൾസീവ് ഫീലിംഗ്സ് ആൻഡ് ബിഹേവിയേഴ്സ്, അതായത് നമുക്ക് ദേഷ്യം വന്നു, ദേഷ്യം കൺട്രോൾ ചെയ്യുന്നു. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇമോഷൻ വന്നു, ഓക്കെ, അത് കൺട്രോൾ ചെയ്യുന്നു. മാനേജിങ് ഇമോഷൻസ് ഇൻ ഹെൽത്തി വേസ്, ടേക്കിംഗ് ഇനിഷ്യേറ്റീവ് ആൻഡ് ഹാവിങ് സെൽഫ് കോൺഫിഡൻസ്. അല്ലേ, നമ്മൾ ഇത് മാത്രമല്ല, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓർഗനൈസേഷൻ ലെവൽ അല്ലെങ്കിൽ സൊസൈറ്റി ലെവലിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ, ഇപ്പൊ ഒരു വേസ്റ്റ് അവിടെ കൊണ്ടിട്ടേക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബീച്ച് ഭയങ്കര അലങ്കോലമായി കിടക്കുവാണ്, വേസ്റ്റ് ഇതൊക്കെ നമ്മൾ ഫുഡ് വേസ്റ്റും അതുപോലെ കുപ്പിയും പാട്ടയും എല്ലാം അവിടെ ഇട്ട് നമ്മുടെ ബീച്ച് നശിച്ചു വെച്ചേക്കുന്നു. ആ നാട്ടുകാരൻ എന്ന രീതിയിൽ ഒരാൾ വന്ന് അത് ക്ലീൻ ആക്കാൻ ഇനിഷ്യേറ്റീവ് എടുക്കുന്നു. അത് അയാളുടെ ഇമോഷണൽ ഇന്റലിജൻസിന്റെ ക്വാളിറ്റിയാണ്. അത് ഈ സെൽഫ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് വരും. ഓക്കെ, അപ്പൊ ഇനിഷ്യേറ്റീവ് ടേക്കിങ്ങും എല്ലാം ഇതിന്റെ ഭാഗം വരും. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ഇമോഷൻസ് മാത്രമല്ല, ആ ഇമോഷൻ ഇപ്പം ബീച്ച് കണ്ടപ്പോൾ അയാൾക്ക് ഭയങ്കര സങ്കടം തോന്നി, ആ സങ്കടത്തിന്റെ പുറത്ത് അയാൾ ഒരു ആക്ട് എടുത്തു, അതും ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഭാഗമായിട്ട് വരും. ഇച്ചിരി കോംപ്ലക്സ് ആവുന്നതെന്നറിയാം, ജസ്റ്റ് സിമ്പിൾ. നമ്മൾ എടുക്കുന്ന ആക്ഷനും നമുക്ക് തോന്നുന്ന ഇമോഷനും എല്ലാം കണക്റ്റഡ് ആണ്, അല്ലേ? ഇപ്പം എനിക്ക് ഒരു ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നത് എനിക്ക് അതിനോടുള്ള കൊതി കൊണ്ടായിരിക്കാം, ആ ഇമോഷൻ കൊണ്ടാണ് ഞാൻ ഒരു ആക്ട് ചെയ്യുന്നത്. സോ ഇമോഷൻസ് ആൻഡ് ആക്ട്സ്, ഇമോഷൻസ് ആൻഡ് ബിഹേവിയർ,
ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ, ലാസ്റ്റ് ക്ലാസ് ഓർമ്മ വരുന്നുണ്ടോ? അതെല്ലാം ഭയങ്കരമായിട്ട് കോറിലേറ്റഡ് ആണ്. സോ സെൽഫ് അവയർനെസ് ആയി, സെൽഫ് മാനേജ്മെന്റ് ആയി, അടുത്ത എമ്പതി. അതായത് എതിരെ നിൽക്കുന്ന ആളുടെ മനസ്സിലാക്കുക, അയാളുടെ ഷൂസിൽ നിന്ന് ചിന്തിക്കുക. ഓക്കെ, അപ്പൊ അത് ചിന്തിക്കുമ്പോൾ അയാളുടെ കഴിവുകളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഓക്കെ, ആൻഡ് അവയർനെസ് ഫോർ ദ നീഡ്സ് ആൻഡ് ഫീലിംഗ്സ് ഓഫ് അതേഴ്സ്, ബോത്ത് ഇൻഡിവിജ്വൽ ആൻഡ് ഇൻ ഗ്രൂപ്പ്സ്, ആൻഡ് ബീങ് ഏബിൾ ടു സീ തിങ്സ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് അതേഴ്സ്. മറ്റൊരാളുടെ ഷൂവിൽ നിന്ന് അയാളുടെ സിറ്റുവേഷൻ അയാളായി തന്നെ നിന്ന് നമ്മൾ വിലയിരുത്തും. അതിനെയാണ് എമ്പതി എന്ന് പറയുന്നത്. ഓക്കെ, the social skills. It is applying empathy and balance the wants and requirements of others with ones. It includes building rapport with others. അല്ലേ, ഈ എമ്പതി നമ്മൾ അപ്ലൈ ചെയ്യുകയും അതിന് മുകളിൽ നമ്മൾ ബാക്കിയുള്ളവരുടെ സൊസൈറ്റി ആകുമ്പോൾ പല ആൾക്കാരുണ്ടല്ലോ, അവരുടെ ആവശ്യങ്ങളും റിക്വയർമെന്റ്സും ഒക്കെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് സോഷ്യൽ സ്കിൽസ് എന്ന് പറയുന്നത്. ബേസിക്കലി ഒന്നുമില്ല, നമ്മൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ നമുക്ക് പറയാമല്ലോ. ഓക്കെ, ഇപ്പൊ സോഷ്യൽ സ്കില്ലാണ് നേരത്തെ പറഞ്ഞ പോലെ ആ ബീച്ച് ഡ്രൈവ് തന്നെ എടുക്കാം. ഓക്കെ, ബീച്ച് ഡ്രൈവ് എടുക്കുവാണെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, കൂടെ ഉള്ളവരെയും കൂടി നമ്മൾ അതിന് മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കും, അല്ലേ? സോ അതിനായിട്ട് നമ്മൾ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. അതായത് അവരെയും പറഞ്ഞ് മീൻസ് അവെയർ ആക്കി നമ്മൾ അത് ചെയ്യുന്നു. ദാറ്റ് കംസ് അണ്ടർ ദ സോഷ്യൽ സ്കിൽസ്, അല്ലേ? ഇപ്പം നമ്മൾ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതും ഇൻസ്പയർ ചെയ്യുന്നതെല്ലാം സോഷ്യൽ സ്കിൽസിന്റെ ഭാഗമാണ്. എക്സാമ്പിൾ കണ്ടോളൂ, എൻഗേജിങ് വിത്ത് അതേഴ്സ് അറൌണ്ട് യു വിത്തൗട്ട് ബയസ് ഓർ എനി ഡിസ്ക്രിമിനേഷൻ. അതും പറയാം. അതായത് നമ്മളൊരു ബയസും ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ എല്ലാവരുമായിട്ട് താമസിക്കുന്നത് ഈസ് എ സോഷ്യൽ സ്കിൽ. ഓക്കെ, ഇനി ഇന്റേണൽ മോട്ടിവേഷൻ നോക്കാം. ഡ്യൂറിങ് ടഫ് ടൈംസ് നോട്ട് ബ്രേക്കിംഗ് ഡൗൺ ബട്ട് ലേണിംഗ് ഫ്രം ദ സിറ്റുവേഷൻ. ഓക്കെ, ഇന്റേണൽ മോട്ടിവേഷൻ്റെ കാര്യം ആയിട്ട് അത് പറയാം. ഡ്യൂറിങ് ടഫ് ടൈംസ് നോട്ട് ബ്രേക്കിംഗ് ഡൗൺ ബട്ട് ലേണിംഗ് ഫ്രം ദ സിറ്റുവേഷൻ. ഒരു ടഫ് ടൈം, ഇപ്പം നമ്മളൊരു IAS ഓഫീസർ ആണ്, ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് സിറ്റുവേഷൻ എത്തിക്കുമ്പോൾ നമ്മൾ പൊട്ടിക്കരഞ്ഞു പോവാതെ, മീൻസ് കരഞ്ഞു ഓക്കെ, ബട്ട് അവിടെ നമ്മളെ തന്നെ നമ്മുടെ ഇമോഷൻ കൺട്രോൾ ചെയ്ത് അവിടെ നമ്മൾ മനസ്സിലായി നമ്മൾ കളക്ടറാണ്, നമ്മളിപ്പോൾ ജനത്തിന് നമ്മളിലാണ് വിശ്വാസം. അപ്പൊ നമ്മൾ അങ്ങനെ നിന്ന് ഭയങ്കര ഇമോഷണൽ ആയിട്ട് പെരുമാറിയാൽ ലൈക്ക് അവരുടെ രക്ഷകനാണ് ഇവിടെ ഇമോഷണൽ ആവുന്നത്. ലൈക്ക് അവരും നമ്മൾ തമ്മിൽ വലിയ വ്യത്യാസം തോന്നില്ല. സോ വി നീഡ് ടു കൺട്രോൾ അവർ ഇമോഷൻ ആൻഡ് വി ഷുഡ് ആക്ട് അക്കോർഡിംഗ്ലി ബേസ്ഡ് ഓൺ അവർ നോളജ്. ഓക്കെ, നമ്മൾ ലബാസിൽ നിന്ന് കിട്ടിയ നോളജും എല്ലാം ഉപയോഗിച്ച്, അല്ലാതെ പ്രിപ്പറേഷൻ സ്റ്റേജിൽ പഠിച്ച നോളജും എല്ലാം ഉപയോഗിച്ച് നമ്മൾ അവിടെ ആക്ട് ചെയ്യണം. ഓക്കെ, സോ കമ്പോണൻസ് ചോദിച്ചാൽ നമുക്ക് ഒന്നെങ്കിൽ സെൽഫ് അവയർനെസ്, സെൽഫ് മാനേജ്മെന്റ്, എമ്പതി, സോഷ്യൽ സ്കിൽസ് ആൻഡ് ഇന്റേണൽ മോട്ടിവേഷൻ എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, ഇന്റേണൽ മോട്ടിവേഷൻ അഡീഷണൽ കമ്പോണന്റ്, നമുക്ക് മറ്റേ 4 എഴുതാം. അല്ലെങ്കിൽ ഈ എമ്പതി സോഷ്യൽ സ്കിൽസിന് പകരം സോഷ്യൽ സ്കിൽസിന് മറ്റൊരു ഭാഗമായിട്ട് നമുക്ക് സോഷ്യൽ അവയർനെസ് പറഞ്ഞ് കൊടുക്കാം. അതുപോലെ എമ്പതിയുടെ ഇതിന് പകരം എമ്പതിക്ക് പകരം സോഷ്യൽ അവയർനെസ്സും സോഷ്യൽ സ്കിൽസിന് പകരം സോഷ്യൽ മാനേജ്മെന്റും അല്ലെങ്കിൽ സോഷ്യൽ റെഗുലേഷനും ആയിട്ട് നമുക്ക് എഴുതാം. ജസ്റ്റ് വേർഡ്സ് ആണ്. ഓക്കെ, ഇതിൽ ഏത് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. സോ ആ 4 കമ്പോണൻസ് നോക്കുക. ഒരു എക്സ്ട്രാ അഡീഷണൽ കമ്പോണന്റായി ഇന്റേണൽ മോട്ടിവേഷൻ കൂടി എഴുതുക. ഓക്കെ, ജസ്റ്റ് ഡെഫിനിഷൻ നിങ്ങളുടെ സിമ്പിൾ, ഈ ഡെഫിനിഷൻസ് കോംപ്ലക്സ് ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ സിമ്പിൾ ഡെഫിനിഷൻ എടുത്തോ. എന്താണെന്ന് മനസ്സിലായല്ലോ. അത് കുറച്ചും കൂടി ഒന്നൊരു ഡീറ്റെയിൽ അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ നമുക്കൊരു പടം കാണാം. വീഡിയോ അല്ല, ജസ്റ്റ് ഒരു ഇമേജ് കണ്ടോ. സെൽഫ് അവയർനെസ്, സെൽഫ് അവെയർ ആയാൽ മാത്രം പോലെ സെൽഫ് മാനേജ് ചെയ്യണം. സോഷ്യൽ അവയർനെസ്, സോഷ്യൽ മാനേജ്മെന്റ് ഉണ്ട്. സോഷ്യൽ മാനേജ്മെന്റ്, സോഷ്യൽ സ്കിൽസ്. സോ എന്താണ് സെൽഫ് അവയർനെസ്? ദ എബിലിറ്റി ടു റെക്കഗ്നൈസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് യുവർ മൂഡ്സ് ആൻഡ് ഇമോഷൻസ് ആൻഡ് ഡ്രൈവ് ആസ് വെൽ ആസ് ദെയർ എഫക്ട് ഓൺ അതേഴ്സ്. എന്താണ് സെൽഫ് മാനേജ്മെന്റ്? ദ എബിലിറ്റി ടു കൺട്രോൾ ഓർ റീഡയറക്ട് ഡിസ്ട്രപ്റ്റീവ് ഇമ്പൾസസ് ആൻഡ് മൂഡ്സ്, അല്ലേ? ബാക്കി നമുക്ക് തോന്നിയ മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ റീഡയറക്ട് ചെയ്ത് വിട്ടിട്ട് നമ്മൾ എന്തായാലും ദ പ്രൊപ്പൻസിറ്റി ടു സസ്പെൻഡ് ജഡ്ജ്മെന്റ്. ഓക്കെ, നമ്മൾ ആ മൂഡ് അല്ലെങ്കിൽ ആ ഇമോഷൻ വെച്ചൊരു ജഡ്ജ്മെന്റ് എടുക്കാതെ നമ്മൾ അപ്പം ഒന്നും ചെയ്യാതിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഇമോഷൻ ഒന്ന് മാറുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, സോഷ്യൽ അവയർനെസ് എന്താണ്? ആ സൊസൈറ്റി സിറ്റുവേഷൻ നമ്മൾ അവെയർ ആവുന്നു, സൊസൈറ്റിയിലുള്ള ആൾക്കാരെ നമ്മൾ മനസ്സിലാക്കുന്നു. എങ്ങനെ മനസ്സിലാക്കും? യൂസിങ് എമ്പതി. സോ എമ്പതി എന്ന് പറഞ്ഞ് അവിടെ എഴുതിയാലും പ്രശ്നമില്ല. ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ ഇമോഷണൽ മേക്കപ്പ് ഓഫ് അതർ പീപ്പിൾ, സ്കിൽ ഇൻ ട്രീറ്റിംഗ് പീപ്പിൾ അക്കോർഡിംഗ് ടു ദെയർ ഇമോഷണൽ റിയാക്ഷൻസ്. എമ്പതി ഓക്കെ, അവിടെ തന്നെ ഉണ്ട്. പിന്നെ സോഷ്യൽ സ്കിൽസ്, പ്രൊഫഷൻസി ഇൻ മാനേജിങ് റിലേഷൻഷിപ്പ് ആൻഡ് ബിൽഡിംഗ് നെറ്റ്വർക്ക്സ് ആൻഡ് എബിലിറ്റി ടു ഫൈൻഡ് കോമൺ ഗ്രൗണ്ട് ആൻഡ് ബിൽഡ് റാപ്പർ, അല്ലേ? ഓക്കെ അല്ലേ? അത്രയും. യാ, ഓക്കെ, അടുത്തതിലോട്ട് പോവാം.
അപ്പൊ എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പഠിച്ചു, ഇമോഷണൽ ഇന്റലിജൻസ് കമ്പോണൻസ് എന്താണെന്ന് പഠിച്ചു. സോ വാട്ട് ഈസ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഇത്ര എഴുതണം. ഓക്കെ, അപ്പൊ ഒരുപാട് പേജ് ആയി പോയില്ലേ എന്ന് വെച്ചാൽ ഇമോഷണൽ ഇന്റലിജൻസ് ഒറ്റ വാക്കിൽ ഡെഫിനിഷൻ. കമ്പോണൻസ് എഴുതുക. ഇപ്പൊ ക്വസ്റ്റ്യന്റെ ഒരു ജസ്റ്റ് ഒരു പാർട്ട് മാത്രമാണെങ്കിൽ കമ്പോണൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ പെട്ടി വരച്ച് വെച്ചാൽ മതി. ഇപ്പൊ കണ്ട പെട്ടി ഉണ്ടല്ലോ, അത് വരച്ച് വെച്ചാൽ മതി. ഓക്കെ, പിന്നെ പറ്റുമെങ്കിൽ 2-3 എക്സാമ്പിൾസും കൂടി കൊടുക്കാൻ പറ്റിയ അടിപൊളി. പിന്നെ നമുക്ക് ക്വസ്റ്റ്യന്റെ ബാക്കി മേഖല, ബാക്കി ഡയമെൻഷൻസ് അഡ്രസ് ചെയ്ത് പോവാം. ഇനി ഫുൾ ക്വസ്റ്റ്യൻ അതാണെങ്കിൽ നമുക്ക് ഇപ്പൊ എഴുതിയ പോലെ അങ്ങ് എഴുതാം. ഇനി ചോദ്യം ആദ്യം PYQ നോക്കി ഇപ്പം ശ്രദ്ധിച്ചു കാണുമല്ലോ, എങ്ങനെയാണ് ഇമോഷണൽ ഇന്റലിജൻസ് എത്തിക്കൽ ഡിസിഷൻ മേക്കിനെ സഹായിക്കുന്നത്. ഒന്ന് ആലോചിക്കൂ. നമ്മുടെ ജസ്റ്റ് കോമൺ സെൻസ് തന്നെ ഉപയോഗിക്കാം. ഇപ്പൊ ഒരു കാര്യം കേട്ടല്ലോ, എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് മനസ്സിലായല്ലോ. അപ്പൊ സെൽഫ് അവെയർ ആയാൽ എങ്ങനെയായിട്ട് ഇത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് നടക്കും. ഇൻഡിവിജ്വൽ ലെവലിൽ നിന്ന് ചിന്തിക്കാം. നേരത്തെ പറഞ്ഞ വീട്ടിലെ സിറ്റുവേഷൻ അല്ലേ, നമ്മൾ എന്ത് ചെയ്തു, ഒരു വലിയ അടി ഒഴിവാക്കി, അല്ലെങ്കിൽ കൊച്ചിന് ട്രോമ കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കി ആ വഴക്ക് പറയുന്ന സീനിൽ അല്ലേ. ആ എക്സാമ്പിൾ ഓർമ്മയുണ്ടല്ലോ, കൊച്ചു ക്ലാസ് തള്ളിയിട്ട് എക്സാമ്പിൾ. അതുപോലെ വൈഫോ അല്ലെങ്കിൽ പാർട്ട്ണറോ ആയിട്ടുള്ള എക്സാമ്പിൾ ആയപ്പോൾ ആ ബന്ധങ്ങൾ നിലനിന്ന് പോകാൻ നമ്മൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നമ്മുടെ എന്തെങ്കിലും ഇഷ്ടക്കേടുകളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അടിയിട്ടെങ്കിൽ അത് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അവരുടെ സ്ഥാനത്തും കൂടി നിന്ന് ചിന്തിക്കാൻ പറ്റുന്നു. ഇതുവഴി നമുക്ക് നല്ലൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നു. നമ്മുടെ ഇറ്റ്സ് നോട്ട് എവറിത്തിങ് ഈസ് നോട്ട് അബൌട്ട് അവർ സെൽഫ് എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരുന്നു. ഈ ബന്ധം എനിക്ക് മാത്രമല്ല മറ്റൊരാൾക്കും അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ആക്ട് ചെയ്യുന്നു. ഇൻഡിവിജ്വൽ ലെവലിൽ നിന്ന് അത്ര എഴുതാൻ പറ്റിയോ? സോഷ്യൽ ലെവലിൽ ചിന്തിക്കാം. ജസ്റ്റ് കോമൺ സെൻസ് ഉപയോഗിച്ച് പറയുവാണെങ്കിൽ എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പഠിച്ചു, അതെങ്ങനെയാണ് എത്തിക്കൽ ഡിസിഷൻ മേക്കിനെ അഫക്ട് ചെയ്യുന്നതാണ് നമ്മൾ പറയുന്നത്. ജസ്റ്റ് നമുക്ക് ഇതുവരെ പഠിച്ച സ്ട്രക്ചർ ഉപയോഗിച്ച് നമ്മൾ പറയുന്നു. ഇനി സോഷ്യൽ സ്കിൽസ് നോക്കാം. സോഷ്യൽ സ്കിൽസ് ആകുമ്പോൾ എന്ത് പറയും, സൊസൈറ്റിയിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെ ആവും, ബാക്കി ജനങ്ങൾ, സൊസൈറ്റി തന്നെ എടുക്കാം, അല്ലെങ്കിൽ റിലീജിയൻ എടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കാം. അപ്പൊ അവിടെ ഇമോഷണൽ ഇന്റലിജൻസ് വഴി നമ്മൾ എന്ത് ചെയ്യും, ചാരിറ്റി പ്രവർത്തനങ്ങൾ പറയാം. നേരത്തെ പറഞ്ഞ ബീച്ചിലെ ക്ലീൻ ഡ്രൈവ് പറയാം, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കിച്ചൺസ് നടത്തുന്ന പറയാം. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് കൊണ്ടുവരുന്നത് പറയാം. അവയർനെസ് പ്രോഗ്രാംസ്, എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് പ്രോഗ്രാംസിന്റെ കാര്യം പറയാം. നമ്മുടെ പല എക്സാമ്പിൾസ് ആയിട്ട് വേണേ സ്വച്ഛ് ഭാരത് അഭിയാനും പരിപാടിയൊക്കെ നമുക്ക് പറയാം. ഇനി അവിടെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ ഇമ്പോർട്ടൻസും പരിപാടിയൊക്കെ നമുക്ക് പറയാമായിരുന്നു ആ ബീച്ച് ഡ്രൈവായിട്ട് ബന്ധപ്പെടുത്തി. ഇനി ഓർഗനൈസേഷൻ ലെവലിൽ ഒരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഏതാണ്, ഒരു ജോലി കിട്ടുമ്പോൾ നമ്മുടെ കഴിവും കഴിവുകേടുകളും അനുസരിച്ച് നമ്മുടെ ഗ്രൂപ്പിന്റെ കഴിവുള്ളവരുടെയും കഴിവുകേടുകളും അനുസരിച്ച് അത് വീതിച്ചു കൊടുക്കുന്നു. മടിയായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അയാളെ മനസ്സിലാക്കി അയാളെ കൊണ്ട് എങ്ങനെ പണിയെടുപ്പിക്കണമെന്ന് അറിയാം. നമുക്ക് ഇമോഷണൽ ഇന്റലിജൻസ് വഴി അയാളെ കൊണ്ട് എങ്ങനെ പണിയെടുപ്പിക്കണമെന്ന് മനസ്സിലാക്കി ചെയ്യിപ്പിക്കുന്നു. അല്ലെങ്കിൽ അയാൾ എന്തുകൊണ്ട് പണിയെടുക്കുന്നതെന്ന് മനസ്സിലാക്കി അയാളുടെ പ്രശ്നം കേട്ട് അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം എക്സാമ്പിൾ ആണ്. ഓക്കെ, യാ. അതുപോലെ കീഴുദ്യോഗസ്ഥനെ ഒരുപാട് കിടന്ന് വഴക്ക് പറയാതെ അയാളുടെയും ജോലിയും അയാളും തിരക്കിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കി അതനുസരിച്ച് പെരുമാറുന്നു. ഇതെല്ലാം ഇമോഷണൽ ഇന്റലിജൻസ് ആയിട്ട് വർക്ക് പ്ലേസിൽ വരും. സോ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ചുമ്മാ കയ്യിൽ പറയാന്നുള്ളൂ. അതൊക്കെ കുറെ എഴുതി വെച്ചിട്ടുണ്ട്, വായിച്ചു നോക്കാം. അവെയർ ഓഫ് ഹിംസെൽഫ്, അവർസെൽഫ് ആൻഡ് അതേഴ്സ് ആൻഡ് ടേക്കിംഗ് ഹോളിസ്റ്റിക് ഡിസിഷൻ. അല്ലേ, തന്നെ പറ്റിയും മറ്റുള്ളവരെ പറ്റിയും മനസ്സിലാക്കുകയും എല്ലാവരെയും കൺസിഡർ ചെയ്തൊരു ഡിസിഷൻ എടുക്കുന്നു. കൊള്ളാം. ഇൻഡിവിജ്വൽസ് നോ ഹൗ ടു കീപ് ഡിസ്ട്രക്റ്റീവ് ഇമോഷൻസ് ഇൻ ചെക്ക്. അല്ലേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഇമോഷൻസ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറയുന്നു. അതായത് ദേഷ്യമൊക്കെ കൺട്രോൾ ചെയ്യുന്ന പോലെ. എ സെൽഫ് റെഗുലേറ്റഡ് പേഴ്സൺ എപ്പിറ്റോമൈസസ് ഇന്റഗ്രിറ്റി, ട്രസ്റ്റ് ആൻഡ് ഫോർട്ടിറ്റ്യൂഡ് ടു മേക്ക് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ്. അതായത് അങ്ങനെയുള്ള വാല്യൂസ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, ഇറ്റ് ഡെവലപ്സ് ദ എബിലിറ്റി ടു ഡിലേ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഡിസയേഴ്സ് ഓർ ഡിലേ ഇൻ ഗ്രാറ്റിഫിക്കേഷൻ. അല്ലേ, ഇപ്പൊ നമുക്കറിയാം, ഇപ്പം പലരും ജിമ്മിൽ പോകുന്നുണ്ടായിരിക്കുമല്ലോ. ഇപ്പം പലരും ഡയറ്റ് എടുക്കുമ്പോൾ മനസ്സിലാവും. അതായത് നിങ്ങൾ ഇന്നൊരു ബിരിയാണി അല്ലെങ്കിൽ ഒരു ഫേവറേറ്റ് ഫുഡ് ഐസ്ക്രീം കഴിച്ചാൽ ലൈക്ക് അത് ഉണ്ടാവുന്ന കാലറി അല്ലെങ്കിൽ ഫാറ്റ് കണ്ടന്റ് മനസ്സിലാക്കി അത് മാറ്റി വെക്കുന്നു, പിന്നത്തേക്കാകാം എന്ന് വിചാരിക്കുന്നു. ഡിലേ ഇൻ ഗ്രാറ്റിഫിക്കേഷൻ അതിന്റെ വരും. അതായത് ജീവിതത്തിൽ നല്ല ഹെൽത്ത് ആണ് ഇമ്പോർട്ടന്റ്, ബാക്കിയുള്ളതൊക്കെ പിന്നെ വരും എന്നുള്ളത് ഡിലേ ഇൻ ഗ്രാറ്റിഫിക്കേഷൻ. അല്ലെങ്കിൽ ഒന്നുമില്ല. കുറച്ചും കൂടി അതിന് നല്ലൊരു എക്സാമ്പിൾ
നമ്മൾ ഇന്നൊരു ടോപ്പിക്ക് പഠിച്ച ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പോയി ഒരു ഐസ്ക്രീം കഴിക്കുമെന്ന് ഡിസൈഡ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് വാങ്ങി കഴിക്കുമെന്ന് പറഞ്ഞ് ഡിസൈഡ് ചെയ്ത് നിങ്ങൾ ക്ലാസ് കാണുന്നു. നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഇപ്പോഴേ പോയി ക്ലാസ് കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് പോയി കാണാം. പോയി ഫുഡ് കഴിക്കാം. രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്തു? ക്ലാസ് കണ്ടിട്ട് കാണുക എന്ന് പറയുന്നു. അപ്പോൾ ഒരു ഡിലേ ഇൻ ഗ്രാറ്റിഫിക്കേഷൻ ആയി. ഓക്കെ. സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് ഹെൽപ്സ് മാനേജ് ദയർ സ്വന്തവും അതുപോലെ സ്വന്തം ടീംമേറ്റ്സിന്റെ ഇമോഷൻസും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓഫീസ് വർക്ക് ചെയ്യുമ്പം നമ്മുടെ ടീമിലുള്ള ആൾക്കാരെ മാനേജ് ചെയ്യാൻ പറ്റുന്നു. എസ്പെഷ്യലി സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ അല്ലേ? സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഒക്കെ ആകുമ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി, അവരുടെ സ്ട്രെസ് മനസ്സിലാക്കി അതനുസരിച്ച് നമുക്ക് ആക്ട് ചെയ്യാനും പറ്റും. ടീം വർക്ക് അല്ലേ? നല്ല ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ള ആൾക്ക് നല്ലൊരു ലീഡർ ആകാൻ പറ്റും. ഇപ്പൊ ധോണിയുടെ എക്സാമ്പിൾ അവിടെ തന്നെ കൊണ്ടുവരാം. ഓക്കെ. അതുപോലെ വേറൊരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ കൊണ്ടുവന്നതാണ് അതുൽ കുൽക്കർണീസ് ഭരോസ സെൽ, ഒരു ഗ്രീവൻസ് റെഡ്രസൽ പ്രോഗ്രാം ആയിരുന്നു. ഐ തിങ്ക് ഇറ്റ് വാസ് ഓൺ ബീഹാർ ഓർ സംതിങ്. സോ അത് സ്റ്റേറ്റ് അറിഞ്ഞുവിടെങ്കിൽ ഇരുന്നുണ്ട്. ഇതേപോലെ IPS അതുൽ കുൽക്കർണീസ് ഭരോസ സെൽ, ഒഡീഷ ആയിരുന്നു. ഓക്കെ, വെയിറ്റ്, അത് കുഴപ്പമില്ല. സ്റ്റേറ്റ് ഏതാണെന്ന് അറിയില്ല, IPS ഓഫീസറിന്റെ പേര് അറിയാമെങ്കിൽ അത് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ധോണിയൊക്കെ കൊണ്ടുവരാം. ഓക്കെ, എവിടെയെങ്കിലും ഒക്കെ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ എക്സാമ്പിൾസ് എടുത്തിടാൻ പറ്റിയത് അത് വലിയൊരു എഡ്ജ് ആണ്. ഓക്കെ, എഫിഷ്യൻസി കൂടും അല്ലേ? ഇമോഷണൽ ഇന്റലിജൻസ് കൂടിയാൽ എഫിഷ്യൻസി കൂടും. സെറ്റിംഗ് എക്സാമ്പിൾ അല്ലേ? നമുക്കൊരു റോൾ മോഡൽ ആയിക്കോട്ടെ. ഇമോഷണൽ ഇന്റലിജന്റ് ഉള്ള ഒരാളെ നമ്മൾക്കും ഫോളോ, നമ്മൾ റോൾ മോഡൽസ് ആയിട്ടുള്ള എല്ലാവരെയും നോക്കിയാൽ മതി. അവർക്ക് ഹൈലി ഇമോഷണൽ ഇന്റലിജന്റ് പീപ്പിൾ ആയിരിക്കും. ഓക്കെ, മുഹമ്മദ് അലി IAS ഓഫീസർ. ഓക്കെ, കണ്ണൂരിന് 2017 ദ ഫസ്റ്റ് ഡിസ്ട്രിക്ട് ദ കൺട്രി ടു ബി പ്ലാസ്റ്റിക് ഫ്രീ ആക്കി മാറ്റിയ ഒരു IAS ഓഫീസറാണ് മുഹമ്മദ് അലി IAS. ഇതുപോലെ തന്നെ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റും. ചുമ്മാ നാളെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നാളെ നന്നാക്കളയാന്നല്ല, നാളെ നന്നാക്കാൻ ഇത്ര പ്രോസസ് ഉണ്ട്, അതുവഴി നമുക്ക് സ്റ്റെപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. റിയലിസ്റ്റിക് ഗോൾ സെറ്റിംഗ്. വാല്യൂസ്, നല്ല വാല്യൂസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. സുലൈമാനി, ഓപ്പറേഷൻ സുലൈമാനി IAS പ്രശാന്ത് സാർ കൊണ്ടുവന്നതായിരുന്നു. കോഴിക്കോട് കളക്ടർ ആയിരുന്ന സമയത്ത് പട്ടിണി മാറ്റുന്ന ഒരു പരിപാടിയായിരുന്നു. കവ്സ് മാൽ പ്രാക്ടീസസ്, നമ്മുടെ ഇമോഷണൽ ഇന്റലിജന്റ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻ കാര്യങ്ങൾ വന്നാൽ അവർക്ക് മാൽ പ്രാക്ടീസ് ഒക്കെ ഒഴിവാക്കാം. ഒന്നും വേണ്ട, ഇമോഷണൽ ഇന്റലിജന്റ് ആയിട്ടുള്ള ക്ലാസ് ലീഡറോ അല്ലെങ്കിൽ ക്ലാസ് ടീച്ചറോ ആണെങ്കിൽ ക്ലാസ്സിൽ നടക്കുന്ന മാൽ പ്രാക്ടീസും പരിപാടി ഒഴിവാക്കാം. ഡിസിഷൻ മേക്കിംഗ്, നല്ല ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാവും. സോ ഇങ്ങനെയാണ് എത്തിക്കൽ ഡിസിഷൻ മേക്കിങ്ങിനെ ഇമോഷണൽ ഇന്റലിജൻസ് സഹായിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഓക്കെ അല്ലേ? കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ കണ്ടു, കുറെ എക്സാമ്പിൾസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ക്വാളിറ്റീസ് ഓഫ് ആൻ EA അഡ്മിനിസ്ട്രേറ്റർ. ഇപ്പൊ പറഞ്ഞതെല്ലാമായിട്ട് ലിങ്ക് ആയി പോകുന്നത് തന്നെയാണ്. ഒരു ഇമോഷണലി ഇന്റലിജന്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റർ, അദ്ദേഹത്തിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കും നോക്കാം. കോൺഫ്ലിക്ട് മാനേജ്മെന്റ്. എന്താണ് കോൺഫ്ലിക്ട് മാനേജ്മെന്റ്? അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് ദുർഗാശക്തി IAS. UP-ലെ സാൻഡ് മാഫിയ ഇഷ്യൂ പുള്ളി ഭയങ്കരമായിട്ട് ഡിപ്ലോമസി ഉപയോഗിച്ച് അത് ഡീൽ ചെയ്തിട്ടുണ്ട്. ദുർഗാ ശക്തി IAS. അതായത് ഒരു കോൺഫ്ലിക്റ്റ് മാനേജ് ചെയ്യുക എന്നുള്ളത് ഒരു ഇമോഷണൽ ഇന്റലിജന്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ക്വാളിറ്റി ആണ്. ഓക്കെ, ഇത് കുറച്ച് പോയിന്റ്സ് നമ്മൾ ആഡ് ചെയ്തതാണ്. ഓക്കെ, നമ്മുടെ PYQ ഒന്ന് നമുക്ക് നോക്കാം. PYQ ലിങ്കേജസ് നോക്കുമ്പോൾ ഹൗ വിൽ യു അപ്ലൈയിൽ നമുക്ക് അത് അവിടെ കൊണ്ടുവരാം 2017 ക്വസ്റ്റ്യനിൽ. പിന്നെ ഇനി ഓക്കെ, ഭാവിയിൽ ഇമ്പോർട്ടൻസ് ഓഫ് EQ ഇൻ അഡ്മിനിസ്ട്രേഷൻ ചോദിച്ചാലും നമുക്കിത് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, കോൺഫ്ലിക്ട് മാനേജ്മെന്റിൽ സഹായിക്കുന്നു. അതുപോലെ ഡീപേഴ്സണലൈസ്, രണ്ടാമത്തെ പോയിന്റ് ഡീപേഴ്സണലൈസ്. അതായത് ഇപ്പം നമ്മുടെ ഫ്രണ്ടിൽ വന്നിരുന്ന ഒരാവശ്യത്തിന് വന്ന ആള് അതിന്റെ ലൂപ്പ് ഹോൾസ്, മീൻസ് നിയമവഴികൾ മൂലം നടക്കില്ലെന്ന് പറഞ്ഞ് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കുറെ പള്ളു വിളിച്ചിട്ട് പോകുന്നു. മനസ്സിലാക്കണം, അത് നമുക്കുള്ളതല്ല, സർക്കാരിനുള്ളതായിരുന്നു. ഓക്കെ, സോ അതിന്റെ പേരിൽ ലൈക്ക് ഓക്കെ അവര് സെക്യൂരിറ്റി ബ്രീച്ച് ഒക്കെ ചെയ്താൽ അതിന് പുറകെ ആക്ഷൻ വരണം. ബട്ട് അത് ഭയങ്കരമായിട്ട് ഉള്ളിലെടുത്ത് നമ്മുടെ ഈഗോ ഹിറ്റ് ആവേണ്ട ഒരു കാര്യമില്ല. നിയമപരമായി നീങ്ങുക, അത്ര തന്നെ. ഓക്കെ, പിന്നെ അതിന് വേറൊരു എക്സാമ്പിൾ ആണ് TN ശേഷൻ, എൻഫോഴ്സ് ഇലക്ഷൻ ലോസ് വിത്തൗട്ട് പേഴ്സണൽ ബയസ്. ഓക്കെ, അതുപോലെ നമ്മുടെ റിലീജിയൻ ബേസ് ചെയ്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൾച്ചർ ബേസ് ചെയ്തോ ലാംഗ്വേജ് ബേസ് ചെയ്തോ ഒന്നും ആക്ട് ചെയ്യാതെ അത് സ്വന്തമല്ല ഡീപേഴ്സണലൈസ് ചെയ്ത് നിയമം അനുസരിച്ച് ആക്ട് ചെയ്യുക. സോ ദാറ്റ് ഡീപേഴ്സണലൈസ് ഇസ് എ ക്വാളിറ്റി ദാറ്റ് ഇമോഷണലി ഇന്റലിജന്റ് അഡ്മിനിസ്ട്രേറ്ററിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്വാളിറ്റിയാണ്. എമ്പതി, ഒബ്വിയസ്, മറ്റേ ആളെ ഒന്ന് മനസ്സിലാക്കണം.
മാനേജിങ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, കോൺഫ്ലിക്ട് മാനേജ്മെന്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു. അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് കുട്ടനാട്ടിൽ കൃഷ്ണതേജ IAS ആലപ്പുഴ കളക്ടർ ആയിരുന്നു. സോ കുട്ടനാട്ടിൽ 700ഓളം റിലീഫ് ക്യാമ്പ്സ് വന്നു. അത് വൺ ഓഫ് ദ അത്രയും നമ്പേഴ്സ് ഒന്നും അങ്ങനെ വരാറില്ല യൂഷ്വലി. സോ അത് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് മാനേജ് ചെയ്ത് പോയായിരുന്നു പുള്ളി 2018 കേരള ഫ്ലഡ് സമയത്ത്. ലീഡർഷിപ്പ് പറഞ്ഞാൽ പിന്നെ ആര്? ആംസ്ട്രോങ് ബാർണിയാണ്. ഓക്കെ, റെസീലിയൻസ്, കിരൺ ബേഡി, റെസീലിയൻസ്. ഓക്കെ, ഈ ക്വാളിറ്റീസ് ഒക്കെ നമ്മൾ പഠിക്കുവേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, ആ ക്ലാസ്സസ് നമ്മൾ നാളെ തൊട്ട് സ്റ്റാർട്ട് ആവും. സോ ഇതുപോലുള്ള വാല്യൂസ് എന്തൊക്കെയാണ്, ഇതിന്റെ ഡെഫിനിഷൻ, മറ്റ് എക്സാമ്പിൾസ് നമ്മൾ പഠിക്കും. ഓക്കെ, അതുകൊണ്ട് അത് പേടിക്കണ്ട. ആൻഡ് റെസീലിയൻസ്, കിരൺ ബേഡിയെ തിഹാർ ജയിലിലെ ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിട്ടാണ് പുള്ളി അങ്ങോട്ട് പോകുന്നത്. പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഒന്നും ആൻസർ ഇതുമ്പോൾ എഴുതണ്ട. അങ്ങനെ തിഹാർ ജയിലിൽ പോകുന്നത്. തിഹാർ ജയിലിൽ കൊടൂര ഭീകരവാദികളും അവിടെ പ്രിസൺസിനുള്ളിൽ ഭയങ്കര ക്രൈംസ് നടക്കുന്ന ആൾക്കാർ, പ്രിസൺസിനുള്ളിൽ തന്നെ ക്രൈംസ് ആണ്. അവിടെ ചെന്ന് പുള്ളിക്കാരി കുറെ യോഗയും ലാഫിംഗ് തെറാപ്പി ഒക്കെ ചെയ്ത് അവിടുത്തെ ജയിൽ ഇൻമേറ്റ്സ്, ലൈക്ക് ജയിലിലെ ആൾക്കാർ അങ്ങ് ശാന്തരായി പോയി. ലൈക്ക് കിരൺ ബേഡി വന്നവിടെ ഭയങ്കര ഒരു റിഫോം ആയിരുന്നു. പ്രത്യേകിച്ച് ലേഡി ഓഫീസേഴ്സിനെ ഒന്നും അങ്ങോട്ട് ഇടാറേ ഇല്ലായിരുന്നു. ഒരു എന്തോ പണിഷ്മെന്റ് ആയിട്ടൊക്കെയാണ് അവരെ അങ്ങോട്ട് വിട്ടത്. പക്ഷെ അവര് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് അവിടുത്തെ ഇൻചാർജ് ആയിട്ട് മാറുകയായിരുന്നു. ഡെവലപ്പിംഗ് എ ഷെയർഡ് വിഷൻ, അല്ലേ? ഒരു ഷെയർഡ് വിഷൻ ഉണ്ടാക്കിയെടുക്കുക. സ്വച്ഛ് ഭാരത്, സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ്. പിന്നെന്തെങ്കിലും പറയാൻ പറ്റുമോ? SDG കോഴ്സ് നമുക്ക് പറയാം, ഇന്റർനാഷണൽ ലെവൽ എക്സാമ്പിൾ. പിന്നെന്ത് പറയും? വിഷൻ ഇന്ത്യ, ഡെവലപ്ഡ് ഇന്ത്യ, അല്ലേ? ഏതാകണം കൊല്ലം? 2047. 2070 നമ്മൾ നെറ്റ് സീറോ എമിഷൻ അച്ചീവ് ചെയ്യുമെന്ന് പറഞ്ഞു. എല്ലാം എഴുതാം. അടുത്ത 70 അന്ന് ഉറപ്പിച്ചേക്ക് കേട്ടോ. എന്തൊക്കെയാണ് ഒരു ക്വാളിറ്റീസ് ഓഫ് ആൻ അഡ്മിനിസ്ട്രേറ്റർ നമ്മൾ കണ്ടു. എനി പോയിന്റ്സ് യു ക്യാൻ ആഡ്? നിങ്ങളുടെ നോട്ടിലോട്ട് ആഡ് ചെയ്യുക, നല്ലൊരു എക്സാമ്പിൾ കൊടുക്കുക. അടുത്ത പോയിന്റിലോട്ട് നോക്കാം. എങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്യാന്ന് ചോദിച്ചിരുന്നു. ഓക്കെ, സോ ആൻസർ അതിലോട്ട് നോക്കണ്ട, ജസ്റ്റ് ആലോചിക്കുക. കമ്പോണൻസ് എന്തൊക്കെയാണ്? സെൽഫ് അവെയർനെസ്, സെൽഫ് റെഗുലേഷൻ, എമ്പതി, സോഷ്യൽ സ്കിൽസ്. ഓക്കെ, സെൽഫ് അവെയർനെസ്, സ്വന്തമായി മനസ്സിലാക്കുക, നമ്മുടെ സ്വന്തം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യും. ഇതിനെ ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ, ജേർണൽ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ പറ്റി കൂടുതലായിട്ട് അറിയാനും നമുക്ക് പറ്റിയ തെറ്റുകളും നമുക്ക് പറ്റിയ പല കാര്യങ്ങളും നമുക്ക് നമ്മളെ തന്നെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കുറെ കാര്യങ്ങളാണ്. സോ സെൽഫ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ലെവലിൽ നിന്ന് നമുക്ക് മെഡിറ്റേഷൻ, യോഗ, എക്സസൈസ് പരിപാടിയൊക്കെ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞ ടീം സ്പിരിറ്റിലും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഇൻസ്പയർ ആകാം, അല്ലെ? റോൾ മോഡലായിട്ട് ഇൻസ്പയർ ചെയ്യാം. അതുവഴി ബാക്കിയുള്ളവരിൽ ഇമോഷണൽ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു വരുത്താം, കമ്മ്യൂണിക്കേഷൻ വഴി. അടിച്ചു പഠിപ്പിക്കാന്നുള്ള എക്സാമ്പിൾ എഴുതണ്ട, പറഞ്ഞ് അത് ബോധ്യമാക്കി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഓക്കെ, ഒരു മൂന്ന് പോയിന്റ് ആയല്ലോ. ഇനി ബാക്കി എഴുതി വെച്ചേ നോക്കാം. ആദ്യത്തെ പോയിന്റ് കമ്മ്യൂണിക്കേഷൻ തന്നെയായിരുന്നു. ഇന്റർപേഴ്സണൽ സ്കിൽസ് ഫോം കോർ ഓഫ് EA. സോ ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആക്ച്വലി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ അത് ഒരുപാട് അറിഞ്ഞിരിക്കണം. സോ അതിനെ പറ്റിയൊക്കെ ഒരുപാട് നല്ല ബുക്സ് ഉണ്ട്. ജസ്റ്റ് അഡീഷണൽ ഇൻഫർമേഷൻ, ജസ്റ്റ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലൊക്കെ ഉപകാരപ്പെടും. ഡെയിൽ കാർണിഗിന്റെ ഹൗ ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന് പറഞ്ഞൊക്കെ ബുക്കുണ്ട്. സോ അതൊക്കെ പഠിച്ചാൽ നമുക്ക് എങ്ങനെയാണ് നമ്മളൊരു ബേസിക് ഒരു ലൈഫ് സിറ്റുവേഷനെ നമുക്ക് വലിയ കേടില്ലാണ്ട് നമുക്ക് എങ്ങനെ നാവിഗേറ്റ് ചെയ്ത് പോവാം ജസ്റ്റ് ത്രൂ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതൊക്കെ ആ ബുക്കിൽ പറയുന്നത്. സോ ഒരുപാട് ബുക്സ് ഉണ്ട് അങ്ങനെ, പീപ്പിൾ മാഗ്നറ്റ്സ്, അങ്ങനെ ഒരുപാട് ബുക്കുണ്ട്. അതൊക്കെ ഒന്ന് ട്രൈ ടു റീഡ് ദോസ് ബുക്സ് ഇൻ യുവർ ഫ്രീ ടൈം. കമ്മ്യൂണിക്കേഷൻ സ്കിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ മനസ്സിലാക്കി. കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക്, നല്ല അടിപൊളിയായിട്ട് ഫീഡ്ബാക്ക്. നമ്മളിപ്പോൾ ആൻസർ റൈറ്റിംഗിൽ തന്നെ നമുക്ക് മെന്റേഴ്സിന്റെ ഫീഡ്ബാക്ക് കിട്ടിയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നത്. അതുപോലെ ഇമോഷണൽ ഇന്റലിജൻസിന്റെ കാര്യത്തിൽ എടാ നീ ആ ചെയ്തത് തെറ്റായി പോയെന്ന് ഒരാൾ നമ്മൾ പറയുന്നതായിരുന്നു, അത് നല്ല രീതിയിൽ അയാൾ പറഞ്ഞു തരുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കി, ഓക്കെ ആ സിറ്റുവേഷനിൽ മറ്റേ ആൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായി, അപ്പൊ നമ്മൾ ഇങ്ങനെ ആയിരുന്നു ചിന്തിക്കേണ്ടത്, നമ്മളൊരു ബോധമൊക്കെ വരുമല്ലോ. അത് തന്നെ സിമ്പതി, എമ്പതി പോലെയുള്ള സംഭവങ്ങളൊക്കെ പഠിപ്പിക്കാം, നമുക്ക് സ്കൂളിൽ തന്നെ പഠിപ്പിക്കാം, അല്ലേ? ഇപ്പം സ്കൂളില് മറ്റേ ബെഞ്ച് ഡിഫറെന്റ്, ഒരാൾക്ക് ഒരു ബെഞ്ചും ചെയറും കൊടുക്കുന്നതിന് പകരം ഒരു ടേബിളും ചെയറും കൊടുക്കുന്നതിന് ബെഞ്ചും ഡെസ്കും കൊടുക്കുമ്പോൾ കുട്ടികൾക്കിടയിൽ എന്ത് പറ്റും? ഷെയറിംഗ് മനോഭാവം വരും, അല്ലേ? അതുപോലെ അവർ ഫുഡ് ഷെയർ ചെയ്യും. ഇപ്പൊ ഫുഡ് ഒരിക്കൽ
സ്കൂളിൽ കൊണ്ടുവരാത്ത കുട്ടികളെല്ലാം കൂടി ഷെയർ ചെയ്ത് ഫുഡ് കൊടുക്കുന്നത് നമ്മളെയൊക്കെ ജീവിതത്തിൽ പലർക്കും അനുഭവിച്ചിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും അല്ലേ. സോ അങ്ങനെയുള്ള വഴിയൊക്കെ നമുക്ക് പല എത്തിക്കൽ വാല്യൂസും കുട്ടികളിൽ തന്നെ വളർത്താൻ പറ്റും. ട്രെയിനിങ് വഴി തന്നെ നമുക്ക് പല വാല്യൂസും കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ജീവിത അനുഭവങ്ങളിൽ നിന്ന് പലരും വാങ്ങും, അതൊക്കെ എഴുതാം. ഓക്കെ, ലൈഫ് എക്സാമ്പിൾസ് ഒക്കെ പറയാം. അത് ഇത് എഴുതിയിട്ടില്ല, വേണേ നമുക്ക് ആഡ് ചെയ്യാം. ലൈഫ് experiences, teaching lessons from lives of leaders like Gandhi, Abdul Kalam, MS Dhoni, etc. ഓക്കെ, അത് പറയാലോ. ഇതേപോലെ ഇമോഷണലി ഇന്റലിജന്റ് ആയിട്ടുള്ള പല ലീഡേഴ്സിന്റെ ജീവിതത്തിൽ നിന്നും അവരുടെ പുസ്തകങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് ഇൻസ്പയർഡ് ആയി നമുക്കൊരു ഇമോഷണലി ഇന്റലിജന്റ് ബീങ് ആവാം. ലീഡേഴ്സ് ആണെങ്കിൽ ഇപ്പൊ ഒരു മേലുദ്യോഗസ്ഥന് കീഴുദ്യോഗസ്ഥന്റെ റോൾ മോഡൽ ആകാം അല്ലേ, ആ രീതിയിൽ നമുക്ക് പോവാം. നേരത്തെ പറഞ്ഞ ലൈഫ് എക്സ്പീരിയൻസസ്. ഇതൊരു ബുക്കിൽ കണ്ട ഒരു ഇൻട്രസ്റ്റിംഗ് രീതിയിൽ അവർ ആൻസർ എഴുതിയതായിരുന്നു. ഇമോഷണൽ ഇന്റലിജൻസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാന്ന് ചോദിച്ചപ്പോൾ അവർ വരച്ചു വെച്ചതാണ്. ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു, നിങ്ങൾക്ക് അത് ഇങ്ങനെ ആൻസറിൽ നിങ്ങളുടേതായ രീതി ക്രിയേറ്റീവായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ നല്ലത്. ഇമോഷണൽ ഇന്റലിജന്റ് പേഴ്സൺ എന്താ നിൽക്കുന്നു, അദ്ദേഹം മറ്റൊരാളുടെ ഇമോഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. അദ്ദേഹം സ്വന്തം ഇമോഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, എന്നിട്ട് ബാക്കിയുള്ളവരുടെ ഇമോഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. അതുവഴി അവരെ സഹായിക്കുന്നു. ഇതുവഴി കുറെ ഇമോഷണൽ ഇന്റലിജന്റ് ആൾക്കാരുണ്ടാവും, കുറെ കുട്ടി ആൾക്കാർ. ഓക്കെ, അത് ആഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ ലാസ്റ്റ് സെക്ഷൻസിലോട്ട് എത്തി. സിവിൽ സർവീസിൽ എങ്ങനെ ഇമോഷണൽ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യാന്നൊരു കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് ചോദിക്കാം. മറ്റേത് ഇമോഷണൽ ഇന്റലിജൻസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം ആസ് ഇൻ ജനറൽ. അപ്പൊ നമുക്ക് ഇൻഡിവിജ്വൽ ലെവൽ, സൊസൈറ്റി ലെവൽ, ഓർഗനൈസേഷൻ ലെവലിൽ നിന്ന് ചോദിക്കാം. ഇതൊരു ഓർഗനൈസേഷൻ ലെവലിൽ വരുന്ന സിവിൽ സർവീസിന് എടുത്ത് ചോദിക്കുക. അതായത് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ എക്സാം ആണല്ലോ എഴുതുന്നത്. അപ്പൊ ഈ സിവിൽ സർവീസസിൽ സിവിൽ സർവൻസിന് എങ്ങനെ ഇമോഷണൽ ഇന്റലിജന്റ് ആക്കാം. ഒന്നാമത്തെ കാര്യം GS4 പേപ്പർ അല്ലെ, റിക്രൂട്ട്മെന്റ് സമയത്ത് ഇവർക്ക് ഇതൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി, ഈ രീതിയിലൊക്കെ ചിന്തിക്കാൻ അറിയോ എന്ന് അറിയാൻ വേണ്ടി ഒരു എത്തിക്സ് എക്സാം നടത്തുന്നു. ഓക്കെ, എത്തിക്സ് എക്സാം ടോപ്പർ തന്നെ എന്തോ അഴിമതി കാണിച്ചെന്നൊക്കെ പറഞ്ഞൊരു കേസ് വന്നിരുന്നു, അതിനെപ്പറ്റി അറിയില്ല. ഓക്കെ, സോ പക്ഷെ നമുക്ക് എഴുതാൻ പറ്റിയൊരു പോയിന്റ് ആണ് എത്തിക്സ് എന്ന് പറഞ്ഞൊരു സംഭവം എക്സാമിൽ ഉൾപ്പെടുത്തിയിരിക്കും. ട്രെയിനിങ് വഴി കൊടുക്കാം. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്സാമ്പിൾ ഇപ്പൊ മനസ്സിൽ വന്നതാണ്, നമ്മുടെ മുതിർന്ന ഉദ്യോഗസ്ഥനെ കീഴുദ്യോഗസ്ഥനെ ഇൻസ്പയർ ചെയ്യാം, റോൾ മോഡൽ ആകാം. മൂന്നാമത്തെ പോയിന്റ് സപ്പോർട്ട് അല്ലേ, ഇപ്പൊ നല്ലത് ചെയ്യുന്നവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം, ഇൻസെന്റീവ്സ് കൊടുക്കാം. ഓക്കെ, ത്രൂ എക്സ്പെരിമെന്റൽ ലേണിംഗ് അല്ലേ. ഇപ്പം സബ് കളക്ടർ നമ്മുടെ ആദ്യത്തെ നിയമം IAS ആയിട്ട് ലൈക് സബ് കളക്ടർ ആയിട്ടൊക്കെ അല്ല ആദ്യത്തെ നിയമനം. അപ്പൊ അതുവഴി നമുക്ക് എക്സ്പീരിയൻസ് കിട്ടി നമ്മൾ വളരും. അതുപോലെ ഭാരത് ദർശൻ സമയത്ത് നമുക്ക് പല എക്സ്പീരിയൻസസ് കിട്ടും. ഓക്കെ, ഇനി വർക്ക് കൾച്ചർ നമുക്ക് ഫോസ്റ്റർ ചെയ്യാം. നല്ലൊരു വർക്ക് കൾച്ചർ ആണെങ്കിൽ തീർച്ചയായും ഇമോഷണൽ ഇന്റലിജന്റ് ആയിട്ട് മാറും. ലേണിംഗ് ട്രാൻസ്ഫർ, അതായത് പീപ്പിൾ യൂസിങ് വാട്ട് ദേ ലേൺ ഇൻ ട്രെയിനിങ് ഫോർ പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ്. അതായത് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കും, പക്ഷെ വന്നിട്ട് അപ്ലൈ ചെയ്യുന്നത് വേറെ എന്തൊക്കെയോ അല്ലേ. ഇപ്പൊ സ്കൂളുകളിൽ വെള്ളം പാഴാക്കരുത്, മരങ്ങൾ നട്ടു വളർത്തണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ എന്ത് ചെയ്യും, എല്ലാം നശിപ്പിക്കും അല്ലേ. പ്ലാസ്റ്റിക് ഒക്കെ വലിച്ചെറിയും, അത് ചെയ്യും, ഇത് ചെയ്യും അല്ലേ. പച്ച ബക്കറ്റിൽ തന്നെ പ്ലാസ്റ്റിക്കും എല്ലാം കൂടി കൊണ്ടിടും. അപ്പൊ പഠിക്കുന്നതൊന്ന് പ്രവൃത്തി ഒന്ന്, ഇത് രണ്ടും കൂടി ഇന്റർലിങ്ക് ചെയ്യാം. അതിനാണ് ലേണിംഗ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ട്രെയിനിങ് പഠിക്കുന്നത് തന്നെ നമ്മൾ ലൈക് സർവീസിൽ ചെയ്യുന്ന പ്രവൃത്തിയിലും ചെയ്യുന്നു. ഗവൺമെന്റ് സപ്പോർട്ട്, അതായത് യോഗ, മെഡിറ്റേഷൻ, സ്പോർട്സ് എക്സെട്ര വഴിയൊക്കെ നമുക്ക് ഇത് കൊണ്ടുവരാം. ഓക്കെ, ഡെവലപ്പിംഗ് ഇമോഷണൽ ഇന്റലിജൻസ് ഇൻ സിവിൽ സർവൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്രയും പോയിന്റ്സ് എഴുതാം. എന്തെങ്കിലും എക്സാമ്പിൾ ഉണ്ടെങ്കിൽ നമുക്ക് കർമ്മയോഗി പറയാം. ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഇപ്പം കർമ്മയോഗി പോർട്ടൽ ഉണ്ടല്ലോ, അതിന്റെ കാര്യം പറയാം. സോ നമ്മുടെ GS നോളജ് പരമാവധി ഇംപ്രൂവ് ചെയ്യുക, കൊണ്ടുവരിക. ഇതിലൊക്കെ എക്സാമ്പിൾസ് കുറവാണ്. എന്തെങ്കിലും സ്കീംസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നെങ്കിൽ നോട്ടിൽ ആഡ് ചെയ്യുക, കമന്റ് സെക്ഷൻ ഇട്ടാൽ ബാക്കിയുള്ളവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. എല്ലാവരും അത് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് സെഷൻ കൺക്ലൂഷൻ എഴുതാൻ വേണ്ടി നല്ല അടിപൊളി കുറച്ച് കോഡ്സ് പഠിച്ചു വെക്കാം. ഓക്കെ, ഫസ്റ്റ് കോഡ്സ്, ഹി ഹു സ്മൈൽസ് റാദർ ദാൻ റേജസ് ഈസ് ആൾവേസ് ദ സ്ട്രോങ്സ്റ്റ് അല്ലേ. അതായത് ഒരു വലിയ സിറ്റുവേഷൻ, ദേഷ്യപ്പെടേണ്ട ഒരു സിറ്റുവേഷൻ ഒന്ന് ചിരിച്ചിട്ട് പോകുന്നവൻ അവനാണ് ശക്തിവാൻ എന്നാണ് ഒരു ജാപ്പനീസ് പ്രൊവർബ് പറയുന്നത്.
ചുമ്മാ സ്റ്റൈലായിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ, നമുക്ക് എഴുതി വെക്കാം. ഇമോഷണൽ ഇന്റലിജൻസ് വെൻ യു ഫൈനൽ റിയലൈസ് ദാറ്റ് ഇറ്റ്സ് നോട്ട് ഓൾ അബൌട്ട് യു. അല്ലേ, എല്ലാം നിങ്ങളെ പറ്റിയല്ല. ഓക്കെ, അത് തിരിച്ചറിയുന്നതാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്നാണ് ആ കോട്ട് പറയുന്നത്, പീറ്റർ സ്റ്റാർക്ക്. ഓക്കെ, എനി പേഴ്സൺ കേപ്പബിൾ ഓഫ് ആങ്കറിങ് യു ബിക്കംസ് യുവർ മാസ്റ്റർ. ഓക്കെ, എനി പേഴ്സൺ, ഏതൊരു വ്യക്തി, നിങ്ങൾ ദേഷ്യപ്പെടുത്താൻ കഴിവുള്ള ഏതൊരു വ്യക്തിയും അത് അവൻ നിങ്ങളുടെ മാസ്റ്ററാണ്. അവൻ വിചാരിച്ചു നിങ്ങൾ ദേഷ്യപ്പെടുത്താൻ, നിങ്ങൾ ദേഷ്യപ്പെടുത്തും. പക്ഷെ ഇമോഷണൽ ഇന്റലിജന്റ് ആണെങ്കിൽ യു കാൺട്ട്. ഓക്കെ, the only way to change someone's mind is to connect with them from the heart. അല്ലേ, the only way to change someone's mind, ഒരാളെ, അത് എമ്പതിയുടെ ഗുണമാണ് അവിടെ പറയുന്നത്. ഒരാളെ മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അയാളുടെ ഹൃദയത്തിൽ നമ്മൾ കണക്ട് ചെയ്യണം. അല്ലേ, അയാളെ മനസ്സിലാക്കണമെന്ന്, അയാളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് വേണം നമ്മൾ ചെയ്യാൻ. അല്ലാതെ ഇവൻ എന്തിങ്ങനെ ചിന്തിച്ചുകൂടെ എന്നൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവന്റെ സ്ഥാനത്ത് നിന്ന് നമ്മൾ ചിന്തിക്കണം. സോ ഇത് നോട്ട് നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാം. അതിന്റെ ലിങ്ക്, ടെലഗ്രാം ചാനൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഓൾ എൻജോയ് ടുഡേ സെഷൻ. സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി കുറച്ച് സെഷൻസ്, ഒരു 5 ക്ലാസ്സും കൂടി ആകുമ്പോൾ നമ്മുടെ ടോപ്പിക്സ് കഴിയും. പിന്നെ നമ്മുടെ എത്തിക്കൽ വാല്യൂസിന്റെ ക്ലാസ്സസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കും. ഒരു 10-100 വാല്യൂസ് നമ്മൾ തരും. ഓക്കെ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെഷൻ ആയിരിക്കും അത്. ഡെയിലി ഒരു 3 മിനിറ്റ് ഒക്കെ ക്ലാസ് കാണും. അത് വെച്ചൊരു പരമാവധി നമ്മൾ വാല്യൂസ് എത്തിക്കും, പരമാവധി കവർ ചെയ്യാൻ ശ്രമിക്കും. നിങ്ങൾക്ക് വേറെ എവിടെയും മെറ്റീരിയലിനായിട്ട് പോകേണ്ടി വരില്ല എക്സാമ്പിളുമായിട്ട്. സോ ആ രീതി നമ്മൾ വാല്യൂസ് കവർ ചെയ്യും. ആ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് ഇവിടെയൊക്കെ പറക്കിക്കൊണ്ടുവരാം. ഓക്കെ, സോ യാ, എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക റിഗാർഡിംഗ് ദ എത്തിക്സ് ഫോർ പേപ്പർ. സോ യാ, that's all. Thank you and have a great day. Good night. Stay hydrated. Bye bye.